അപ്പനും അമ്മയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതൊക്കെ വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദോശൻ്റെ ഇടയിൽ എവിടേക്കോ എന്തൊക്കെയോ വിട്ടുപോയോ എന്നുള്ളത്. കേട്ടു ഞാൻ മൊഴികളിൽ പാട്ടൊന്നും അറിയില്ല, വെറുതെ മൂളുന്നതാ. കഴിച്ചോ? ആരെങ്കിലും ലിറിക്സ് ഇട്ട് ഞാൻ പറയാം, പാടാം. അടുക്കള വൈബിൽ ഒരു പാട്ട് പാടിത്തരാം. മീശക്കാരൻ മാധവനു ദോശ തിന്നാൻ ആശ. അത് കറികളൊക്കെ ചൂടാക്കട്ടെ, അല്ലെങ്കിൽ അതും പ്രശ്നമാണ്. അയ്യോ, ഒരു കമന്റ് ഉണ്ട്, അത് നോക്കണം. കറി ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ പരിപാടി ഒതുങ്ങി കിട്ടി. ഗുഡ് മോർണിംഗ് അബ്ദു, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു കമൻറ്റ് വന്ന് നിന്നത്, അവൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുക, ഞാൻ പറയുന്നത് അവൾക്ക് വേണേൽ കേൾക്കുക, അവൾ ഭരിക്കുന്നു, ഞാൻ അത് കേട്ട് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്വാഹ എന്നാകാൻ ജീവിതം, സ്വാഹ എന്നായിട്ട് പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് ഏൻശോക കഥയൊക്കെയിൽ തായ്ക്കുലമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജെയ്സൺ. ദൈവം ആരോഗ്യവും ബുദ്ധിയും ചിന്തിക്കാനൊരു മനസ്സും അത് വിവേചനത്തോടെ ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വേർതിരിച്ചെടുക്കുക. ഒരു കുടുംബ ജീവിതം രണ്ടുപേരും തമ്മിൽ ജീവിക്കുന്നത് രണ്ടുപേർക്കും മാത്രമേ അതിൻ്റെ 100% അറിയാൻ കഴിയൂ. മറ്റുള്ളൊരു തേർഡ് പേഴ്സൺ അതിൻ്റെ മുഴുവൻ അറിയില്ല. അപ്പോൾ അവർ പറയുന്നതെല്ലാം പുറത്തുനിന്ന് കാണുന്ന കാഴ്ചപ്പാടിലായിരിക്കും. സോ ഇതിലെല്ലാം അവരവരുടെ ജീവിതത്തിൽ വെളിയിലുള്ള ആളുകളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതമാകില്ല. സ്വന്തമായിട്ട് ജീവിക്കൂ. മീര ഹായ് 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 പൊന്നു. എവിടെയുണ്ട്? ഇന്ന് ദോശയാണല്ലേ? കറി എന്താണ്? ദോശയ്ക്ക് കടലക്കറി ഉണ്ട്, നല്ല പച്ച ചമ്മന്തി ഉണ്ട്. ദോശ പറഞ്ഞ ഗോതമ്പ് ദോശയാണ്. പിന്നെ ഷിജിത് ഫുഡ് കഴിച്ചു. എന്താണ് എൻ്റെ ഈശ്വരൻ, ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കാൻ ഭയങ്കര പ്രയാസം. ആട്ടുകലിൽ അരച്ച് നിന്നെ ദോശ ചുട്ടോളാം. യെസ് അബ്ദു, ഹായ് ഹായ് ഹായ്. ആ വെരിക്കും. ഇങ്ങനെ മീര നമ്മുടെ സ്വന്തം മീരക്കുട്ടിയാണ്. ഇങ്ങനെ എടുത്ത് അങ്ങനെ കലക്കി ഇതിങ്ങനെ ആക്കി എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വെച്ച് ഇതിങ്ങനെ പരത്തിയാൽ ദോശ റെഡി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വേണമെങ്കിൽ കുറച്ച് എണ്ണ അങ്ങ് തൂവി കൊടുക്കാം. പക്ഷേ നമുക്കൊക്കെ എണ്ണയൊക്കെ വേണം, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ എനിക്കൊക്കെ വേണം. ഷുഗറും കൊളസ്ട്രോളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇച്ചിരി എണ്ണയൊക്കെ ആയാൽ ദോശ ഉണ്ടാക്കുന്ന വിധം കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ദോശയെ പൊള്ളിച്ചു.